എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന പാഠഭാഗം നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ഇനി ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ബ്രീഫ്ലി ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്റ്റെൻഡഡ് ക്യാരക്ടർ സ്കെച്ച് അല്ല. 3 ക്യാരക്ടർ, ഓൾഡ് മാന്റെയും പെലായോയുടെയും എലിസന്റയുടെയും ഷോർട്ട് ക്യാരക്ടർ സ്കെച്ചുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓൾഡ് മാൻ, പെലായോ ആൻഡ് എലിസെൻഡ. ഈ 3 ക്യാരക്ടേഴ്സിന്റെയും ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച്, ഏറ്റവും ചെറിയ രീതിയിൽ എങ്ങനെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ചെയ്യാനാണ്. അപ്പൊ ഹിൻസ് ഉപയോഗിച്ച് വളരെ ചെറുതായ രൂപത്തിൽ ഒരു 60 വേർഡ്സിലൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ദ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ആ വലിയ ചിറകുകളുള്ള ആ വൃദ്ധന്റെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം. ദ ഓൾഡ് മാൻ ഈസ് എ മിസ്റ്റീരിയസ് വിങ്ഡ് ഫിഗർ who appears in Pelayo and Elisenda's yard during a storm. ഈ ഓൾഡ് മാൻ ഒരു മിസ്റ്റീരിയസ് ആണ്. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, നിഗൂഢമായ, വിചിത്രമായ ഒരു മനുഷ്യനാണ്. വിങ്ഡ് ഫിഗർ, അതായത് ഇങ്ങനെ വിങ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിങ്സ്, ചിറകുകളുണ്ട്. ഹു അപ്പിയേഴ്സ് പെലായോ എലിസെൻഡാസ് യാർഡ് ഡ്യൂറിങ് എ സ്റ്റോം. നല്ല കൊടുങ്കാറ്റൊക്കെയുള്ള ഒരു ദിവസം നമ്മുടെ പെലായോയുടെയും എലിസന്റയുടെയും വീട്ടുമുറ്റത്താണ് നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. Though many believes he is an angel. ഒരുപാട് പേര്, നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈസ് ആൻ ഏഞ്ചൽ, അദ്ദേഹം ഒരു മാലാഖയാണെന്നാണ്. ഹിസ് ഫ്രെയിൽ ബോഡി, അദ്ദേഹത്തിന്റെ ദുർബലമായ മെലിഞ്ഞ ശരീരം, ഡേർട്ടി അപ്പിയറൻസ് എന്ന വൃത്തിഹീനമായ രൂപം, ചെടിയിലൊക്കെ പൊതിഞ്ഞിട്ട്, ആൻഡ് ഇനബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ടു മേക്ക് ഹിം എൻ ഒബ്ജക്ട് ഓഫ് ക്യൂരിയോസിറ്റി റദർ ദാൻ റവറൻസ്. ഇനബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ. എന്തിന്? കമ്മ്യൂണിക്കേറ്റ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം പറയുന്ന ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള. അപ്പോ ഈ ഒരു സംസാരിക്കാൻ കഴിവില്ലാത്തതൊക്കെ എന്തുണ്ടാക്കുന്നു? മേക്ക് ആൻ ഒബ്ജക്ട് ഓഫ് ക്യൂരിയോസിറ്റി, ആളുകളുടെ ഉള്ളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കൗതുകം രൂപപ്പെടുത്തുന്നു. ദാൻ, റദർ ദാൻ റവറൻസ്. എന്തിനേക്കാൾ? റദർ ദാൻ, അതിനേക്കാൾ. റവറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പെക്ട്, ബഹുമാനം. അദ്ദേഹത്തോട് ആളുകൾക്ക് വലിയ ബഹുമാനം തോന്നുന്നില്ല, പകരം ആളുകൾക്ക് അദ്ദേഹത്തോട് ഒരു കൗതുകവും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നു. അദ്ദേഹത്തിന്റെ രൂപം, വൃത്തിയില്ലാത്ത ആ രൂപവും, മെലിഞ്ഞ ശരീരവും, വലിയ തൂവലുകളില്ലാത്ത ആ ചിറകും, അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്തതൊക്കെ. എന്നാൽ ചില ആളുകൾ അദ്ദേഹം ഒരു ഏഞ്ചൽ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. He represents the unknown and the supernatural, often misunderstood and mistreated by society. അപ്പൊ ദ ഓൾഡ് മാനിനെ കൊണ്ട് എന്താണ് നമ്മുടെ ഗബ്രിയേൽ ഗാർഷ്യ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് അൺനോൺ ആണ്, നമുക്കറിയാത്ത, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അമാനുഷികമായ ശക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ ഓഫൻ മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് മിസ്ട്രീറ്റഡ് ബൈ സൊസൈറ്റി, സമൂഹത്താൽ തെറ്റായി കൈകാര്യം ചെയ്യപ്പെടുന്ന, സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകളും അതുപോലെ നമുക്കറിയാത്ത കാര്യങ്ങളും മാനുഷികമായ വസ്തുതകളെയൊക്കെയാണ് ഈ ഒരു ഓൾഡ് മാന്റെ ഫിഗറിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഓൾഡ് മാന്റെ ഫിഗറിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഓൾഡ് മാന്റെ ഒരു ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പെലായോ ആണ് നോക്കാനുള്ളത്. പെലായോ ഈസ് എ പുവർ ഓർഡിനറി മാൻ ഹു ഫൈൻഡ്സ് ദ ഓൾഡ് മാൻ ആൻഡ് വിത്ത് ഹിസ് വൈഫ് എലിസെൻഡ എക്സ്പ്ലോയിറ്റ് ഹിം ടു ഏൺ മണി. പെലായോ വളരെ ദരിദ്രനായ ഒരു വ്യക്തിയാണ്, വളരെ ഓർഡിനറി, സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ വൃദ്ധനായ മനുഷ്യനെ തന്റെ വീട്ടിന്റെ മുറ്റത്ത് കണ്ടെത്തുന്നതും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ എലിസന്റെയും കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം ചെയ്യാന്ന. അദ്ദേഹത്തെ പണത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്നു. ഈ ഓൾഡ് മാൻ ഒരു കൗതുക വസ്തുവാക്കി വെച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പെലായോ later becomes indifferent, focused more on the benefits of the old man bring than his suffering എന്ന. ഇനീഷ്യലി, തുടക്കത്തിൽ പെലായോക്ക് വളരെ ഫിയർഫുൾ, ഓൾഡ് മാനോട് ഭയങ്കര ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ലേറ്റർ, പിന്നീട് പെലായോ എന്ത് ചെയ്തു? ഇൻഡിഫറന്റ് ആയിട്ട് അങ്ങോട്ട് ചെയ്യുന്ന ഓൾഡ് മാനോടുള്ള പെരുമാറ്റത്തിൽ വളരെ വ്യത്യാസം വന്നു. വിവേചനത്തോടു കൂടി പെരുമാറി. എങ്ങനെ? മോർ ബെനിഫിറ്റ്, കൂടുതൽ പണം ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ
ആ ഓൾഡ് മാനെ അയാൾ ഉപയോഗിച്ചു. ആ ഓൾഡ് മാൻ അവിടെ കിടന്ന് സഫറിങ്, കഷ്ടപ്പെടുകയാണ്, ദുരിതമാണ് അയാൾ അനുഭവിക്കുന്നെങ്കിലും ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാതെ, അദ്ദേഹത്തിന് നല്ല സൗകര്യങ്ങൾ കൊടുക്കാതെ ഒരു ചിക്കൻ കൂപ്പിലാണ് അദ്ദേഹത്തെ കൊണ്ട് അടയ്ക്കുന്നത്. മഴയും വെയിലൊക്കെ കൊണ്ട് അവിടെ കിടന്ന് ആ ഡേർട്ടിയിൽ കിടന്ന് അല്ലെ, വൃത്തികേടിൽ കിടന്ന് ജീവിക്കുകയായിരുന്നു അയാള്. His character reflects how people can lose empathy when faced with hardship, choosing practicality over compassion. അപ്പൊ പെലായോ എന്നുള്ള ക്യാരക്ടറിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? പെലായുടെ ക്യാരക്ടർ റിഫ്ലക്ട് ചെയ്യുന്ന, പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്? ആളുകളെ കുറിച്ച്. ചില ആളുകൾ എന്ത് ചെയ്യും? ലോസിങ് എംപതി, നമുക്ക് സഹജീവികളോടുള്ള സഹാനുഭൂതിയൊക്കെ നഷ്ടപ്പെടും. എപ്പോ? വെൻ വി ഫേസ് ഹാർഡ്ഷിപ്പ്, വലിയ കഷ്ടത, ദുരിതമൊക്കെ നമ്മൾ നേരിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ സഹായിക്കാനോ സഹാനുഭൂതിയോ ദയൊന്നും നമുക്ക് ഉള്ളിൽ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെ മനുഷ്യർക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ പ്രാക്ടിക്കൽ ലൈഫ്, സഹാനുഭൂതിയും കരുണയ്ക്കും പുറമെ എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫ് നയിക്കാം എന്നുള്ളതിന്റെ ഒക്കെ ഒരു സൂചനയാണ് ആര്? നമ്മുടെ പെലായോ. അതായത് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അതൊന്ന് കാശുണ്ടാക്കി സ്വന്തം ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള മനുഷ്യന്റെ അല്ലെങ്കിൽ ചില മനുഷ്യരുടെ സ്വഭാവമാണ് പെലായോ എന്നുള്ള ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ തേർഡ് ക്യാരക്ടർ എലിസെൻഡ. ആരാണ് എലിസെൻഡ? എന്തായിരുന്നു? എലിസെൻഡ ഈസ് പെലായോസ് വൈഫ്, പ്രാക്ടിക്കലി ആൻഡ് ഷാർപ്പ് മൈൻഡഡ്. എലിസെൻഡ പെലായോയുടെ ഭാര്യയാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഷാർപ്പ് മൈൻഡ്, വളരെ മൂർച്ചയുള്ള മനസ്സ് എന്ന് പറഞ്ഞാല് കാര്യങ്ങൾ വ്യക്തമായി ചിന്തിച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യബോധമുള്ള ഒരു വ്യക്തിയാണ്. ഷീ സീസ് ഓൾഡ് മാൻ ആസ് എ ബർഡൻ ബട്ട് quickly turn his presence into profit by charging people to see him. തുടക്കത്തില് ഓൾഡ് മാൻ ഒരു ബേർഡൻ ആയിട്ട്, ഒരു ഭാരമായിട്ടാണ് എലിസെൻഡ കണ്ടത്. ഓ, ഈ വൃദ്ധൻ, ഇയാള് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പട്ടിണിയും ദുരിതമാണല്ലോ, ഇനി അതിന്റെ ഇടയിലാണ് ഈ വൃദ്ധൻ കയറി വന്നത്, ഇദ്ദേഹത്തെ നോക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ എന്താക്കി? ആ ഓൾഡ് മാനെ പ്രസൻസ് വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ലാഭം ഉണ്ടാക്കാൻ അവൾ തീരുമാനിച്ചു. ഓൾഡ് മാനെ ഒരു കൗതുക വസ്തുവാക്കി ആളുകളുടെ അടുത്തുനിന്ന് ചാർജ് ഈടാക്കി അയാളെ പ്രദർശിപ്പിക്കുന്ന ഒരു തീരുമാനം അവളാണ് എടുത്തത്. ദോ ഷീ ഗ്രോസ് വിയറി ഓഫ് ദ ക്രൗഡ് ആൻഡ് കാസ്, ഷീ അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ഫ്രം ദ സിറ്റുവേഷൻ. ആ ഓൾഡ് മാനെ കാണാൻ നാടൊട്ടിക്ക് വന്നപ്പോ അവിടെ വലിയ എന്തുണ്ടായിരുന്നു? ജനക്കൂട്ടം കൊണ്ട് അവൾക്ക് വളരെ ക്ഷീണം തോന്നിയിരുന്നു, ബുദ്ധിമുട്ട് തോന്നിയിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാലും ആ സിറ്റുവേഷൻ ബെനിഫിറ്റ് ആക്കാൻ ആളുകൾ വന്ന് ഇയാളെ കാണുന്നു. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കാശ് കിട്ടും. അപ്പൊ ആളുകളുടെ അടുത്ത് നിന്ന് കാശ് ഈടാക്കി വേലിയൊക്കെ കെട്ടി തിരിച്ച് ആളുകൾ ഓരോരുത്തരെ കടത്തി വിട്ട് കാഴ്ച വസ്തുവാക്കി മാറ്റി കാശുണ്ടാക്കാനുള്ള ഒരു തന്ത്രം അവൾക്കാണ് ഉണ്ടായത്. Her character reveals a self-interested attitude and highlights how people commercialize the miraculous. അപ്പൊ എലിസെൻഡയുടെ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? എലിസെൻഡയുടെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്നത് സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, വ്യക്തി താല്പര്യമുള്ള വ്യക്തികള്, അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? ഹൗ പീപ്പിൾ കൊമേഴ്സ്യലൈസ് ദ മിറാക്കുലസ്. അത്ഭുതമായ കാര്യങ്ങള്, മറ്റുള്ളവർക്ക് കൗതുകം തോന്നുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ കൊമേഴ്സ്യലാക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ വാണിജ്യമാക്കാം, ഇത്തരം കൗതുകത്തെ വിറ്റ് കാശാക്കാം, ആളുകളുടെ കൗതുകത്തെ വിറ്റ് കാശാക്കാനുള്ള മനസ്സുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ആരെ കാണിക്കുന്നത്? എലിസെൻഡയുടെ ക്യാരക്ടറിലൂടെ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ അവസരങ്ങൾ മുതലെടുത്ത് ആ അവസരങ്ങളിൽ നിന്ന് കാശുണ്ടാക്കാം എന്നറിയുന്ന, പ്രാക്ടിക്കലായി ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളുടെ ഒരു പ്രതിനിധിയാണ് എലിസെൻഡ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 3 ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സിന്റെ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാർക്ക് ഇത് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.